ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ റെസിപ്പി ബീഫ് ചില്ലിയാണ്. അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ഞാൻ വലിയ പീസാക്കി തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ഇട്ട് ഇറച്ചി നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി നല്ലപോലെ വെന്തതിന് ശേഷം വേണം ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടതാണ്, അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുക. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഞാൻ ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബീഫ് വേവിച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീഫ് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, നല്ല നീളത്തിൽ. റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്നത് ഈ ഒരു മോഡലാണ്, അതുകൊണ്ട് ഈ തരത്തിൽ കട്ട് ചെയ്തു. ഇനി ഇത് ഇതിലോട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം. സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്, പൊടിഞ്ഞു പോകാതെയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുത്തു. വേറെ ഓയിലൊന്നും ഇതിന് ഉപയോഗിക്കരുത്. ബീഫിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇതിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി കോരിയെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ടാണ് ഞാൻ കോരിയെടുക്കുന്നത്. അങ്ങനെ എല്ലാ ബീഫും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ആ വെളിച്ചെണ്ണയിലിട്ട് തന്നെ കുറച്ച് പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പില കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് ഈ ബീഫിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.